ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് റെസിപ്പി വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. ശർക്കര മേലാഞ്ചി എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളറിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് പെയിൻറ്റിൻ്റെ ടിന്നോ അല്ലെങ്കിൽ ഓട്സിൻ്റെ ഒക്കെ പോലത്തെ ടിന്നോ വേണമെന്നൊന്നുമില്ല. നമ്മൾ പഴയ ഒഴിവാക്കിയ ഏതെങ്കിലും പഴയ പാത്രം ഉണ്ടെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു കളറ് രാവിലെ മൈലാഞ്ചി കഴുകി കളഞ്ഞതിന് ശേഷമുള്ള ഒരു കളറാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ഡാർക്കായിട്ട് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിന് ഞാൻ എടുക്കുന്ന പാത്രം എപ്പോഴും ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ എത്ര കഴുകിയാലും അത് വൃത്തിയാവില്ല, പഴയൊരു പാത്രമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തികേടൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് പുതിയ പാത്രങ്ങളൊന്നും എടുക്കരുത്. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തികേടാവും, എത്ര കഴുകിയാലും നന്നായി കിട്ടില്ല. അപ്പോൾ ഒഴിവാക്കിയ പഴയ ഏത് ടൈപ്പ് പാത്രം ഉണ്ടെങ്കിലും എടുക്കാം. ഇതുപോലെ സ്റ്റീലോ അലൂമിനിയത്തിൻ്റെ ഒരുപാട് നേരം ചൂടാക്കി എടുക്കാൻ പറ്റിയ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ശർക്കര ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കയ്യിലുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചായപ്പൊടിയും പഞ്ചസാരയും കൂടെ ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ഗ്ലാസ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ചായപ്പൊടിയും പഞ്ചസാരയും സെൻറ്റർ ഭാഗത്തു നിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് സ്റ്റീലിൻ്റെ പഴയൊരു ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസും നന്നായിട്ട് വൃത്തികേടാവും. അപ്പോൾ പഴയ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രം ഇതിനേക്കാളും വീതി കൂടിയിട്ടുള്ള പാത്രമാണെങ്കിൽ ഗ്ലാസ്സിന് പകരം ചെറുതായിട്ട് വീതി കൂടിയിട്ടുള്ള വട്ടത്തിലുള്ള ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി. പിന്നെ ഗ്ലാസ്സൊക്കെ വെച്ചതിന് ശേഷം സൈഡിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കുറവുണ്ടെങ്കിൽ ഒരേ അളവിൽ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിന് മുകളിലായിട്ട് നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന ചെറുതായിട്ട് കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ ഇതുപോലെ ഒരു പഴയ തുണി വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ പോലും ആവി നന്നായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പഴയൊരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തുണിയിലും അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പറ്റും. അപ്പോൾ പഴയ ഒഴിവാക്കിയ തുണി വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ സൈഡിലൂടെ കൂടുതലായിട്ട് ആവിയൊന്നും പുറത്ത് പോവരുത്, അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റെങ്കിലും വെക്കാം. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടി ഉരുകുന്ന സമയത്ത് തന്നെ ഒരു കരിഞ്ഞ മണം പോലൊക്കെ വരും. പക്ഷേ കരിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഫ് ചെയ്യരുത്, അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 25 മിനിറ്റൊക്കെ എന്തായാലും 25 മിനിറ്റൊക്കെ വെക്കാം. പിന്നെ ഇത് ഏകദേശം ആയി വരുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ ബബിൾസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും ഉരുകിയിട്ട് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് പൊട്ടുന്ന പോലെ ഒരു സൗണ്ടൊക്കെ വരും. ആ ഒരു സമയത്താണ് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം വരെ എന്തായാലും വെയിറ്റ് ചെയ്യുക. നല്ല കരിഞ്ഞ മണമുണ്ടെങ്കിലും ഓഫ് ചെയ്യരുത്. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള വെള്ളം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ലൈറ്റ് കളറിലായിരിക്കും വെള്ളം ഉണ്ടാവുക. ആ ഒരു സമയത്ത് ചിലപ്പോൾ പഞ്ചസാരയൊക്കെ കുറച്ചും കൂടെ ഉരുകാനുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ഈ ഒരു നീര് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഗ്ലാസ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ ഇതുപോലെ വെച്ചിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള വെള്ളം കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ ഇട്ടാൽ മതിയാവും. പിന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഇട്ടാലും നല്ല കളറായിട്ട് തന്നെ കിട്ടും. പിന്നെ കിട്ടിയിട്ടുള്ള ഈ ഒരു വെള്ളം ചെറിയ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം എടുത്തിട്ട് മിക്സാക്കിയിട്ട് കയ്യിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ നഖത്തിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം നീരെടുത്ത് അതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നല്ല ലൂസായി പോവരുത്, ചെറിയൊരു കട്ടിയിൽ ആക്കിയെടുക്കാം. എന്നിട്ടിത് രാത്രി ഇട്ടിട്ട് രാവിലെ കഴുകി കളയുകയാണെങ്കിൽ നല്ല കളറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കഴുകുന്ന സമയത്ത് വലിയ കളറൊന്നും ഉണ്ടാവില്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ നല്ല കളറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ്. പഴയ പാത്രം ഉണ്ടെങ്കിൽ, പഴയൊരു പാത്രവും ഗ്ലാസ്സും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.